2025 മാർച്ച് 2 കൊളംബിയയിലെ ബുഗ ടൗണിന് മുകളിലൂടെ ഒരു ലോഹഗോളം പറന്നുവത്രേ. പിന്നീട് അത് ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് വന്ന് വീണു. ആ ഗോളം കണ്ടെടുത്തത് മുതൽ അസാധാരണമായ കാര്യങ്ങളാണ് കേൾക്കുന്നത്. ബുഗ സ്ഫിയർ അഥവാ ബുഗ ഗോളം എന്ന ആ വസ്തുവിനെ ഇന്ന് ലോകം കൗതുകത്തോടെയും ജിജ്ഞാസയോടെയുമാണ് നോക്കുന്നത്. അന്യഗ്രഹ ജീവികളുടേതാണോ ആ ഗോളം? അങ്ങനെയൊരു സംശയത്തിന് കാരണം എന്താണ്? വളരെ വിചിത്രവും നിഗൂഢവുമായ ആ ലോഹഗോളത്തെ ഏലിയൻ ടെക്നോളജിയുമായും അഡ്വാൻസ്ഡ് ഫിസിക്സുമായും സംസ്കൃത മന്ത്രങ്ങളുമായി വരെ ബന്ധപ്പെടുത്തിയാണ് സംസാരങ്ങൾ. അസാധാരണമായ രൂപകൽപ്പനയും വിചിത്രമായ ഭൗതിക സ്വഭാവ സവിശേഷതകളുമാണ് ബുഗാഗോളത്തെ ഇന്റർനെറ്റ് ലോകത്തെ ചൂടുള്ള ചർച്ചാ വിഷയമാക്കുന്നത്. ഈ വസ്തു പരിശോധിച്ച ഗവേഷകർ പറയുന്നത് ഈ ലോഹഗോളത്തിൽ വെൽഡുകളോ ജോയിന്റുകളോ ഇല്ലെന്നാണ്. മാത്രമല്ല, മൈക്രോസ്കോപ്പിക് സ്കാനിലൂടെ വളരെ സങ്കീർണമായ ഫൈബർ ഒപ്റ്റിക് സിസ്റ്റം പോലെയുള്ള വയറിങ്ങുകളും കാണാം. ഈ ഗോളത്തിന്റെ നടുക്കായി ഒരു ന്യൂക്ലിയസോ അല്ലെങ്കിൽ ഒരു ചിപ്പോ ഒക്കെ ഉണ്ടെന്നും പറയുന്നു. അതിനു ചുറ്റും പല മൈക്രോസ്ഫിയറുകളും 3 വ്യത്യസ്ത മെറ്റാലിക് ലെയറുകളും ഉണ്ടത്രേ. ഈ ഗോളത്തെ വിശദമായി പഠിക്കുന്ന ഡോക്ടർ കരോൾസ് മുനോസും എഞ്ചിനീയറായ റൊഡാൾഫോ ഗരുഡോയും പറയുന്നത് അതിന് സിഗ്നലുകൾ അയക്കാനും സ്വീകരിക്കാനും ശേഷിയുണ്ടെന്നാണ്. ഈ ഗോളം വന്നു വീണയിടത്തെ പുല്ലുകളും മണ്ണും കരിഞ്ഞുപോയെന്നും മാസങ്ങൾക്ക് ശേഷവും അവിടെ തരിശായി തുടരുകയാണെന്നും അത്ഭുത കഥകളുണ്ട്. അദൃശ്യമായ ഊർജമോ ശക്തമായ അയോണീകരണ മണ്ഡലമോ ആയിരിക്കാം അതിന് കാരണമെന്ന് ശാസ്ത്രീയ വിശദീകരണങ്ങൾ പറയുന്നു. ഏറ്റവും അസാധാരണമായ വാദം എന്തെന്നാൽ ഈ ഗോളം സംസ്കൃത മന്ത്രങ്ങളോട് പ്രതികരിക്കുന്നു എന്നതാണ്. പല വൈറൽ വീഡിയോകളിലും പ്രത്യേക സംസ്കൃത മന്ത്രങ്ങളോട് ഈ ഗോളം വൈബ്രേറ്റ് ചെയ്തും ചലിച്ചും പ്രകാശം പുറപ്പെടുവിച്ചും പ്രതികരിക്കുന്നു. അതേസമയം പ്രത്യേക തരംഗ ദൈർഘ്യത്തിലുള്ള ശബ്ദത്തോട് പ്രതികരിക്കുന്ന ഒന്നായിരിക്കാം ഈ ഉപകരണമെന്നും മറുവാദമുണ്ട്. ബുഗാസ്ഫിയർ ശരിക്കും അന്യഗ്രഹ ജീവികളുടെ പണിയായിരിക്കുമോ? ശാസ്ത്രം ഇതിനെ എങ്ങനെ വിശദീകരിക്കും? കാത്തിരുന്ന് കാണാം.